സ്നേഹമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ആഴത്തിൽ വേരുപാകേണ്ട ഒരു വാചകമാണ് ലൂക്ക 17:10. ഞങ്ങൾ പ്രയോജനരഹിതരായ ദാസന്മാർ കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ക്രിസ്തു ഇത് തൻ്റെ ജീവിതത്തിൽ അടിമുടി പാലിക്കുന്നുണ്ട്. തൻ്റെ ആദ്യ അത്ഭുതമായ കാനായിലെ കല്യാണം മുതൽ ഈ പേര് വെളിപ്പെടുത്താതെയുള്ള നന്മയുടെ ശൈലി ആവർത്തിക്കപ്പെടുന്നുണ്ട്. വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കിയ കലവറക്കാരൻ അറിഞ്ഞില്ല ഇത് എവിടെ നിന്ന് വന്നുവെന്ന്. അറിയേണ്ടവർ അറിഞ്ഞില്ല. അതിലുപരി അതിൻ്റെ ആദരം ചെന്ന് നിൽക്കുന്നത് അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതിരുന്ന, ഒരു പക്ഷേ അവഹേളനത്തിന് പാത്രമാകേണ്ടിയിരുന്ന മണവാളനിലാണ്. സ്വയം മഹത്വത്തിൻ്റെ കിരീടധാരണങ്ങൾ നടത്തുന്ന നമ്മുടെ ശൈലികൾ ഉപേക്ഷിച്ച് പ്രയോജനരഹിതരായ ദാസന്മാർ എന്ന നന്മയിൽ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ആവർത്തിക്കപ്പെടും. അതിലാദ്യത്തേത് വെറുതെ വാട്ടവെള്ളമായി പോകാമായിരുന്നത് നുരഞ്ഞു പൊന്തുന്ന വീഞ്ഞാകും. രണ്ടാമത്തേത് അവഹേളിതനാകേണ്ടവന് അല്ലെങ്കിൽ അവഹേളിതരാകേണ്ടവർക്ക് അവർ പോലും അറിയാതെ അതിൽ നിന്നും രക്ഷയാകും. അവഹേളനത്തിൻ്റെ അതിർവരമ്പിൽ തലകുനിച്ച് നിൽക്കാൻ വിധിക്കപ്പെട്ടവന് കാരണം എന്തുമാകട്ടെ ഒന്ന് തല ഉയർത്തിപ്പിടിക്കുവാനുള്ള അത്ഭുതമായി നമുക്ക് ഈ നോൻപിൽ രൂപമാറ്റം സംഭവിക്കട്ടെ.